شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുസമ്മിലാണ്. 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആയത്തുകളിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളായ തഹജ്ജുദും പരിശുദ്ധ ഖുർആൻ തർത്തീലനുസരിച്ച് ഓതുന്നതും ഇത് സംബന്ധമായിട്ടാണ് നമ്മുടെ ചർച്ചയുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ തഹജ്ജുദ് ശീലിക്കാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളോടുകൂടെ അത് ശീലിക്കണം എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവും. അത് ചെയ്തു വരുന്നവർ മുടങ്ങാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. എത്ര വൈകിക്കിടന്നാലും തഹജ്ജുദ് ഒഴിവാക്കാതിരിക്കുക. ആ സമയത്തൊന്ന് എഴുന്നേറ്റിട്ട് സുബഹിസ്കരിച്ചിട്ട് പിന്നെ നമുക്ക് സമയമായതിനു ശേഷം കടന്നുറങ്ങാലോ. പിന്നെ സൂര്യൻ ഉദിച്ചതിന് ശേഷം നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ എല്ലാവരും പഴയ കാലത്ത് പ്രത്യേകിച്ച് രാത്രിയിൽ 12 മണിവരെയും 2 മണിവരെയൊക്കെ ക്ലാസ്സുകളും വയലുകളും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലെത്തുക. അങ്ങനെയൊക്കെ വൈകി എത്തിയാലും ഒന്ന് ഉറങ്ങിയിട്ട് അവർ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. അവരൊന്നും അതൊരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല. നമ്മൾ പലപ്പോഴും പല ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്നലെ കുറേ വൈകിട്ടാണ് ഉറങ്ങിയത്, അതുകൊണ്ട് എണീക്കാൻ പറ്റിയില്ല, ഇന്നത്തെ തഹജ്ജുദ് പോയി എന്നൊക്കെ. വൈകി ഉറങ്ങി എന്നത് തഹജ്ജുദ് നഷ്ടപ്പെടുത്താനുള്ള കാരണം അല്ല. വലിയ നഷ്ടമാണ് നമുക്കതുകൊണ്ട് സംഭവിക്കുന്നത്. പരമാവധി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. മറ്റൊരു തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലമുണ്ടാക്കുന്നത് വളരെ ഗുണകരമാണ്. നേരത്തെ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെയാവുമ്പോൾ സുബഹിക്കുള്ള ആ ഒരു തഹജ്ജുദിൻ്റെ എഴുന്നേൽക്കലും ആ നിസ്കാരവും സുബഹി നിസ്കാരവും ആ സമയത്തുള്ള ഖുർആനത്തും ഒക്കെ വളരെ റാഹത്തായി ഉറക്കം തൂങ്ങാതെ നമുക്ക് നിർവഹിക്കാൻ കഴിയും. വൈകി ഉറങ്ങുന്നിടത്തോളം അതിനൊക്കെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, ഒരു 10 മണിക്കപ്പുറം പോകാതെ ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. പലരുടെയും പരാതിയാണ് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അത് നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായി എഴുന്നേൽക്കാൻ കഴിയും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഉറങ്ങുക, അതേപോലെ വുളു എടുത്ത് ഉറങ്ങുക, ശുദ്ധിയോടുകൂടെ ഉറങ്ങുക. പിന്നെ വല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഓവർ ഫുഡ്, പ്രത്യേകിച്ച് രാത്രികളിൽ. ഇതാണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാമ്പ് മുണങ്ങിയവർ അങ്ങനെ കിടക്കേണ്ടി വരും അല്ലേ. ഒന്നും അനങ്ങാനോ പിടിക്കാനോ ഒന്നും കഴിയാതെ ഉറക്കവും ശരിക്കും ശരിയാവില്ല. വയറ് ആകെ അത് ദഹിപ്പിക്കണ ആ ഒരു പ്രക്രിയയിലാണ്. ഒരു സുഖമുള്ള ഉറക്കം കിട്ടില്ല. നിങ്ങൾ രാത്രി കുറച്ച് ഭക്ഷണം കഴിച്ച് കടന്നു നോക്കൂ, റാഹത്തായിട്ട് ഉറങ്ങാൻ കഴിയും. അതിന് കുറച്ച് നേരത്തെ കഴിച്ചാൽ മതി. മഗ്‌രിബിന് ശേഷം തന്നെ ഭക്ഷണം കഴിക്കാമല്ലോ. അതല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുക. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും. അപ്പോൾ ശുദ്ധിയോടെ ഉറങ്ങുക, അമിത ഭക്ഷണം ഒഴിവാക്കുക, നേരത്തെ ഉറങ്ങുക, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് രാത്രികളിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തോ അല്ലാതെയോ എപ്പോഴുമുള്ള അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഉറങ്ങുമ്പോഴുള്ള എല്ലാ സുന്നത്തുകളും പാലിക്കുക. ദിക്റുകളൊക്കെ കൃത്യമായി ചൊല്ലുക. മറ്റുള്ള സമയങ്ങളിലും ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ കൃത്യമായി കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ അതവരെ സഹായിക്കുമെന്നത് ഒരു സംശയവുമില്ല. തഹജ്ജുദിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. തഹജ്ജുദ് നിസ്കരിക്കലും അത് പതിവാക്കലും വളരെ പുണ്യമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ പുണ്യമുള്ള ഒരു കാര്യമാണ് തഹജ്ജുദ് നിസ്കരിക്കുമെന്ന് പ്രതീക്ഷയുള്ള ആളുകളെ വിളിച്ചുണർത്തുക. അപ്പോൾ നമ്മുടെ ഭാര്യയാവാം, നമ്മുടെ മക്കളാവാം, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാവാം, സുഹൃത്തുക്കളാവാം. അപ്പോൾ അവൻ തഹജ്ജുദ് നിസ്കരിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവന് വിളിച്ചുണർത്തൽ പ്രത്യേകം സുന്നത്താണ്. അതൊരു ഇബാദത്താണ്. അതേപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്ന് കരുതി ഉറങ്ങുക, അതുപോലും ഇബാദത്താണ്. അതും സുന്നത്തായ കാര്യമാണ് അല്ല. നല്ല കാര്യം ചെയ്യാൻ കരുതുന്നത് പോലും നന്മയാണ് എന്ന് പഠിപ്പിച്ച മതമാണല്ലോ. അതിന് പോലും ഹസനത്തുകൾ എഴുതി വെക്കുന്ന ദീനാണ് നമ്മുടേത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരാൾ ലളിതമായി ഭക്ഷണപാനീയങ്ങൾ മാത്രം കഴിച്ച്, കുറഞ്ഞ ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് രാത്രി നിസ്കാരം നിർവഹിച്ചാൽ
അവൻ്റെ ചുറ്റും ഹൂറുലീങ്ങൾ നിന്ന് നൃത്തം ചെയ്യും പുലരുവോളം എന്ന്. അപ്പോൾ അതാണ്, കുറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ ഇബാദത്തിന് നല്ല ലദ്ദത്തുണ്ടാവും, ഇബാദത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റേത് ഒന്നായിട്ട് ക്ഷീണമായിരിക്കും, കുമ്പിടാൻ കഴിയില്ല അല്ലേ, പിന്നെ റുക്കുവ ചെയ്യാൻ നേരെ കഴിയില്ല, സുജൂദ് ചെയ്യാൻ കഴിയില്ല, ഉറക്കം വരും, കൂട്ടുവായിടും. ഇതൊക്കെ ഓവർ ഭക്ഷണത്തിൻ്റെ പരിണിത ഫലങ്ങളായി ഉണ്ടാവുന്നതാണ്. അപ്പോൾ നന്നായി ആ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അത് പരമാവധി ഇഖ്ലാസോടുകൂടി തന്നെയാക്കുക. ഇനി ഇഖ്ലാസ് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ പറ്റിയ സമയമാണത്. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ആത്മാർത്ഥത, മുഖ്ലിസ് എത്രത്തോളം അതിൽ ഇഖ്ലാസ് ഉണ്ടോ അതിനനുസരിച്ചാണ് റബ്ബ് കൂലി തരിക. രാത്രിയിലെ നിസ്കാരം ഒരു വ്യക്തിയുടെ ഇഖ്ലാസിന് തെളിവാണ് എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ. റിയാ, അതായത് ലോകമാന്യം പേടിക്കേണ്ടാത്തൊരവസ്ഥയാണല്ലോ. ആരും കാണൂലല്ലോ, എല്ലാവരും ഉറങ്ങല്ലേ. അപ്പോൾ ലോകമാന്യം പേടിക്കേണ്ടതില്ലാത്ത ഒരു ആരാധന ഏതാണെന്ന് ചോദിച്ചാൽ അത് തഹജ്ജുദാണ് എന്ന് പണ്ഡിതന്മാർ മറുപടി പറയുന്നുണ്ട്. വേറെയും ആരാധനകളുണ്ട്, നോമ്പൊക്കെ അതിൽപ്പെട്ടതാണ്. നോമ്പ് പറയണമെന്നില്ലല്ലോ, ആരും അറിയില്ലല്ലോ. അപ്പോൾ റിയാ തീരെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ചില ആളുകളുണ്ട്, ഞാൻ ആ സമയത്ത് നീച്ചിട്ടപ്പോൾ ഇനി ഫോൺ വിളിച്ചാൽ നിൽക്കണ്ട, അപ്പോൾ ആ സമയത്ത് നീച്ചിട്ട് വേറെ ആളൊന്ന് ഫോൺ വിളിച്ചാൽ എന്തെല്ലാം ഈ സമയത്ത് വിളിക്കണം, ഒന്നുമില്ല, ഞാൻ തഹജ്ജുദിന് നീച്ചപ്പോൾ അന്നൊന്ന് വിളിച്ചതാണ്, അന്നൊന്ന് ഓർമ്മ വന്നു അപ്പം വിളിച്ചതാണ്, അങ്ങനൊന്നും പറയാൻ നിൽക്കണ്ട. അത് അവനെ നീച്ചൻ്റെ കൂലി പോയി കിട്ടും. ആരോടും പറയാതെ നമ്മൾ നിസ്കരിക്കുക. റിയാ ഇല്ലാതെ പരിപൂർണമായ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിന് വേണ്ടി ആ സമയം ഉപയോഗപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസിലുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, മസ്ജിദ് നബവിയിൽ എൻ്റെ ഈ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം മറ്റു സ്ഥലങ്ങളിലെ 10,000 നിസ്കാരത്തിന് തുല്യമാണ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരം 1,00,000 നിസ്കാരത്തിന് സമാനമാണ്. യുദ്ധമുഖത്ത് വെച്ചുള്ള നിസ്കാരം 2,000 നിസ്കാരത്തിന് സമമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ഒരു നിസ്കാരം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ ഒരു അടിമ രാത്രിയിൽ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരമാണ്. അതിൻ്റെ കൂലി ആലോചിച്ച് നോക്കാണ്. കാരണം അതിൽ വേറെ ആരും അറിയില്ലല്ലോ, അള്ളാഹു നമ്മൾ മാത്രമുള്ള സമയമാണത്. വക്കൊക്കെ ഉറങ്ങുകയാണ് അല്ലേ. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ഒരു മനോഹരമായ വൃക്ഷമുണ്ട്, അതിൻ്റെ താഴെയായി സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു കുതിരയുണ്ട്. മുത്തും മാണിക്യവും കൊണ്ടാണ് ആ കുതിരയുടെ കടിഞ്ഞാൺ നിർമ്മിച്ചിരിക്കുന്നത്. സ്വർണ്ണച്ചിറകുകളുള്ള ആ കുതിരപ്പുറത്ത് ഒരു കൂട്ടം സ്വർഗ താമസക്കാർ, സ്വർഗത്തിലെ ആളുകൾ യഥേഷ്ടം പറന്നു നടക്കും. അവരങ്ങനെ പറന്നു നടക്കുന്ന കാണുമ്പോൾ താഴെയുള്ള ആളുകൾ ചോദിക്കുമത്രേ, അള്ളാഹുവേ, ഇത്രയും വലിയ സ്ഥാനവും ബഹുമാനവും നിന്റെ ആ അടിമകൾക്ക് കിട്ടിയത് എങ്ങനെയാണ്? അപ്പോൾ അവരോട് അള്ളാഹു പറയുമത്രേ, നിങ്ങൾ രാത്രി സുഖമായി ഉറങ്ങുമ്പോൾ അവർ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവർ നോമ്പുകാരായിരുന്നു. നിങ്ങൾ പിശുക്ക് കാണിച്ചപ്പോൾ അവർ നല്ല മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകളായിരുന്നു. നിങ്ങൾ ഭീരുത്വം കാണിച്ചപ്പോൾ അവർ എൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവരായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഇത്രയും വലിയ ശ്രേഷ്ഠതകൾ ലഭിച്ചത് എന്ന് അള്ളാഹു മറുപടി കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി മുഖ്ലിസായി ഖുശൂഅോടുകൂടെ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് നിരവധി പ്രതിഫലങ്ങളാണ്. തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾക്ക് കയ്യും കണക്കൂല എന്ന് പറയാം, അത്രയും കൂടുതലാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നു, നിശ്ചയം സ്വർഗത്തിൽ ഒരു മണിമാളികയുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് ഉള്ളിലേക്കും കാണാവുന്ന വിധം തിളക്കമുള്ള ഒരു മണിമാളിക. അപ്പോൾ അബൂ മാലിക് എന്ന് പറയുന്ന ഒരു സ്വഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആർക്കാണ് ആ മണിമാളിക പണിത് വെച്ചിട്ടുള്ളത്? അവിടുന്ന് പറഞ്ഞു, ജനങ്ങളോട് നല്ല വാക്ക് പറയുന്ന ആളുകൾക്ക്, വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക്, രാത്രി ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിക്കുകയും ചെയ്തവർക്ക്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം യഹൂദ പണ്ഡിതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ച മഹാനായ യഹൂദ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തൗറാത്തിൽ ഇങ്ങനെ കാണാം, രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുന്നവർക്ക് ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരാളും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത, മാലാഖമാർ പോലും അറിയാത്ത പ്രതിഫലങ്ങളും സൗകര്യങ്ങളുമാണ് നാളെ പരലോകത്ത് അല്ലാഹു തആല തയ്യാർ ചെയ്തിട്ടുള്ളത്. തഹജ്ജുദ് ഏറ്റവും ഉത്തമം വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുകയാണ്. ഫർദ് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരവും വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് ഫർദ് നിസ്കരിച്ചാൽ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾ വീട്ടിലുമാക്കുക
എന്ന ഹദീസിലുണ്ടല്ലോ, നിങ്ങളുടെ വീടുകളിൽ നിസ്കാരം മൂലം അള്ളാഹു ധാരാളം നന്മകൾ ഉണ്ടാക്കും, ബറക്കത്ത് ചൊരിയും. വീടുകളിൽ നിന്നും നിങ്ങൾ നിസ്കരിക്കുക, വീടുകളെ നിങ്ങൾ ഖബറുകളാക്കി മാറ്റരുത് എന്ന മറ്റൊരു ഹദീസിലും കാണാം. അപ്പോൾ വീടുകളിൽ എന്ത് ചെയ്യുക? സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ പരമാവധി നിസ്കരിക്കുക. പ്രത്യേകിച്ച് തഹജ്ജുദൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. എന്നിട്ട് സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സുബഹി 2 റക്അത്ത് കൂടി നിസ്കരിച്ചാൽ പോയാൽ മതിയല്ലോ അല്ലേ? എന്നാൽ പിന്നെ പള്ളിയിൽ ചെന്ന് പിന്നെ തഹയ്യത്തിൻ്റെ 2 നിസ്കാരം നിസ്കരിച്ചിട്ട് ജമാഅത്തിനോട് കാത്തിരിക്കാം. അപ്പം ഈ പറയപ്പെട്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തഹജ്ജുദ് അടക്കമുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. റിയാ ഇല്ലാതിരിക്കാനും വീട്ടിലും വീട്ടുകാരിലും ബറക്കത്തുണ്ടാവാനും വീട്ടിൽ ശൈത്താനിൻ്റെ ഉപദ്രവങ്ങളില്ലാതും ഒക്കെ ഇരിക്കാൻ ഈ പറയപ്പെട്ട നിസ്കാരം വളരെ സഹായകരമാണ്. പിന്നെ റിയാ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമാണല്ലോ. പള്ളിയിൽ നിന്ന് ഇപ്പോൾ കുറേ ഇങ്ങനെ സുന്നത്ത് കുറിച്ചിട്ടുണ്ട് ആൾക്കാർ കണ്ടാവോ ഓം വലിയ നിസ്കാരക്കാരാണെന്ന് തോന്നണ്ട. അങ്ങനെ ഒരു വിഷയം വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ വരില്ലല്ലോ അല്ലേ? അതുകൊണ്ടാണ് റിയാ വരാതെ വീട്ടിൽ നിസ്കരിക്കാൻ കഴിയും എന്ന് പറയുന്നത്. ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ട്, അതായത് ഇപ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാം എന്ന് വെച്ചാൽ പിന്നെ അതാണ് പോകും, നിസ്കരിക്കാൻ കഴിയില്ല, നിസ്കരിക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്നിടത്ത് നിസ്കരിച്ചോളൂ കേട്ടോ. പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം. രണ്ടും ഇല്ലാതാവണ്ട, ഇതും പോണ്ട അതും പോണ്ട. അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ആത്മവിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. ഇനി അതല്ല പിന്നെ ഇത് ഈ പള്ളി അവിടെ പെരീരത്തിന് നിസ്കരിക്കാം. ഇപ്പോൾ ളുഹറിൻ്റെ മുമ്പ് 2 റക്അത്താണ്, അല്ലെങ്കിൽ അസറിൻ്റെ പിന്നെ മഗ്‌രിബിൻ്റെ ശേഷമുള്ളതാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. സുന്നത്ത് വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുക ഉത്തമം എന്ന് കരുതി നേരെ വീട്ടിലേക്കാണ് പോകുന്നു. പിന്നെ ഇനിയിപ്പോൾ പെരീ ചെന്നാലിപ്പോൾ അത് ചിലപ്പോൾ നടക്കൂല. അവിടെ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും, വിസിറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ പള്ളിയിൽ തന്നെ നിസ്കരിച്ചു കൊടുക്കും. ആ നിസ്കാരം എന്തായാലും കളയണ്ട. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം? വീട്ടിൽ വന്ന് നിസ്കരിക്കുകയും ചെയ്യാം. അള്ളാഹുവിൻ്റെ സാമീപ്യം, മുഖറബ്, അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളിൽ പെടാൻ നമ്മളെ സഹായിക്കുന്ന വലിയ ഒരു അമലാണ് തഹജ്ജുദ് നിസ്കാരം. ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം രാത്രിയിലെ നിസ്കാരത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയുന്നിടത്തോളം നിങ്ങൾ സ്മരിക്കുക എന്ന് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി ഏർപ്പെടുത്തിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിസ്കാരം അള്ളാഹുവിനോട് അടുക്കാൻ ഏറ്റവും ഫലപ്രദമാണ്. സത്യവിശ്വാസിയായ മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ വിവരിക്കുന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ ഈ തഹജ്ജുദിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എൻ്റെ സമൂഹത്തിലെ ഏറ്റവും ഉത്തമരായ ആദരണീയരായ ആളുകളാണ് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവർ എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഉത്തമരായ ആളുകളിൽ ആദരണീയരായവരിൽ പെടണമെങ്കിൽ തഹജ്ജുദ് പതിവാക്കണം എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നു, എൻ്റെ സമൂഹത്തിലെ ഏറ്റവും ആദരണീയരായ ആളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കിയവരും രാത്രിയിലെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നവരുമാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വന്നു. കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, നബിയെ, താങ്കൾ ഇഷ്ടം പോലെ ജീവിക്കുക, കാരണം താങ്കൾ മരണപ്പെടും. ഇഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കുക, അതിനെല്ലാം നാളെ പ്രതിഫലം നൽകപ്പെടും. ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുക, കാരണം അവരോടൊക്കെ താങ്കൾ വിട പറയും. പക്ഷേ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക, ഒരു സത്യവിശ്വാസിയായ ആളുടെ പവിത്രതയും പരിശുദ്ധിയും നിലകൊള്ളുന്നത് രാത്രി നിസ്കാരത്തിലാണ്. അവൻ്റെ അഭിമാനമോ ജനങ്ങളെ ആശ്രയിക്കാതിരിക്കുന്നതിലുമാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു മുഅ്മിനിൻ്റെ പവിത്രത എന്ന് പറഞ്ഞാൽ അത് രാത്രി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പരിഗണിക്കപ്പെടുക. ഒരു മുഅ്മിനിൻ്റെ അഭിമാനം, ആ അഭിമാനത്തിൻ്റെ അവസ്ഥ എവിടെയാണ് നിലകൊള്ളുന്നത്? ജനങ്ങളെ ആശ്രയിക്കാതെ ജീവിക്കുന്നതിലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ ഇത് സംബന്ധമായിട്ട് പറയാൻ അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.